ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ തേടുന്നു എന്ന് പറഞ്ഞ കർത്താവേ, ഈ ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിക്കാനുള്ളൊരു കൃപ നീ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, അതിനുവേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടുള്ള നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23-ാം വചനം. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഈ ഒരു സാഹചര്യം നമുക്ക് നന്നായിട്ട് അറിയാം. സമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്ന കാര്യമാണ്. ഈ അടുത്ത നാളുകളിൽ ചൂസൻ എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ഇങ്ങനെ ഫോളോ ചെയ്യുകയുണ്ടായി. അതിനകത്ത് ഇങ്ങനൊരു സംഭവം കാണിക്കുന്നുണ്ട്. കർത്താവും ഈ സമരിയാക്കാരിയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീതയ്ക്കകത്തൊക്കെ ആ ഒരു പശ്ചാത്തലം നമുക്ക് നന്നായിട്ട് വായിച്ചെടുക്കാവുന്നതാണ്. ഈ കോൺവെർസേഷൻ എനിക്ക് തോന്നുന്നില്ല ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ ഒരു കോൺവെർസേഷനാണ്. കാരണം ഈ സമരിയാക്കാരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ സമരിയാക്കാരിയാണ്. സമരിയ അങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. യഹൂദ ജനങ്ങളിൽ നിന്ന് ഒത്തിരി താഴേക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു ജനതയാണ് സമരിയാക്കാർ. അപ്പോൾ ഇവർക്ക് ഈ പ്രാർത്ഥനകൾ ഇതൊക്കെ നിഷിദ്ധമായിരുന്നു. കാരണം യഹൂദർ പറയുന്നത്, ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്. യഹൂദർ പറയുന്നത് യഥാർത്ഥമായ ഒരു ദൈവിക സാന്നിധ്യം ജെറുസലേം ദേവാലയത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലാണ് യഥാർത്ഥ ആരാധന. അവിടെ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമാണത്. അപ്പം നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത് ദൈവിക സാന്നിധ്യം ഉള്ളത് ആ ഒരു സ്ഥലത്ത് മാത്രം. ഇപ്പം ഞാനും കൺവേർട്ട് ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. ഞങ്ങളുടെ പഴയ മതത്തിൻ്റെയൊക്കെ വിശ്വാസം അനുസരിച്ച് ഒരു പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ പേര് പറയുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് മാത്രമാണ് ദൈവിക സാന്നിധ്യം പൂർണ്ണമായി ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആയുസ്സിൽ ഒരിക്കലെങ്കിലും അവിടെ ചെന്നെങ്കിൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ എന്നും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വേദനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, ഒരു കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് വരാനുള്ള യാതൊരു ഓപ്പർച്യൂണിറ്റീസും അയാൾക്ക് ഇല്ല, നിഷേധിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരാൾ രക്ഷപ്പെടില്ലേ എന്നൊരു ചോദ്യമൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഞാനൊക്കെ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മൾ ഈ ദൈവത്തെ അന്വേഷിച്ച് നടന്നിരുന്ന കാലത്തൊക്കെ എത്രയോ സ്ഥലങ്ങളിലാണ് നമ്മൾ ചെല്ലുന്നത്. ഇനി ഞങ്ങളുടെയൊക്കെ ഒരു ഫെയ്ത്ത് അനുസരിച്ച് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നുണ്ടോ നമുക്കറിയത്തില്ല. കാരണം അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് പരിചയമില്ല. കാരണം നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ഒരിക്കലും നമ്മളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നില്ല. ദൈവം എവിടെയോ ഇരിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും കേൾക്കപ്പെടുന്നുണ്ടോ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് അറിയുന്നില്ല. അതോ എന്നെ ഉപേക്ഷിച്ചിട്ടേക്കുവാണോ, ഐ ഡോണ്ട് നോ. ഇനി ദൈവത്തിന് എന്നെ വേണോ വേണ്ടയോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ഞാനൊക്കെ ജനിച്ച് വളർന്നത്. പിന്നെ ഞാനൊക്കെ ജീവിച്ച് വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ച് സിറ്റുവേഷൻസാണ്. അവിടത്തേക്ക് ഭയങ്കര ദുരാചാരങ്ങളുടെ കൊടുകുത്തിയ ഒരു സ്ഥലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ കോഴി വെട്ടുക, ആടിനെ വെട്ടുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദുരാചാരങ്ങളുടെ ഒരു സിറ്റുവേഷനാണ് അവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഭീതിയാണ്, ഭയമാണ് ഉള്ളിൽ ഭയങ്കര ഒരു. പിന്നെ അതുപോലെ തന്നെ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും, നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന ഒരു ഡോക്ട്രൈൻസ് ടീച്ചിങ്സിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു പാപം കുഞ്ഞ് പ്രായത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അപ്പൻ എന്തെങ്കിലും വടിയെടുത്ത് തല്ലാൻ വരുമ്പോഴത്തേക്ക് തല്ലുകിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി കള്ളം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ കുഞ്ഞുങ്ങളും പറയും. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ചിന്ത ഇതാണ്, ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നാവ് കട്ട് ചെയ്തെടുക്കും എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ എൻ്റെ നാവ് കട്ട് ചെയ്തെടുക്കപ്പെടുമോ, അങ്ങനെ ഒരു ഭീതി ഉള്ളിൽ കയറാൻ തുടങ്ങും.
ഇനി ചോദിക്കാതെ പപ്പയുടെ പോക്കറ്റിൽ നിന്നൊക്കെ കോയിൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് മുട്ടായി വാങ്ങിക്കാനൊക്കെ. അപ്പം ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്, അപ്പം എൻ്റെ കൈ വെട്ടിയെടുക്കും. അപ്പം കൈ വെട്ടിയെടുക്കപ്പെടുമോ? അങ്ങനത്തെ ഭീതി. അപ്പോൾ ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയാനകമാണ്, ഭീതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല, ഒരു ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം ഈ സമരിയാക്കാരി സ്ത്രീയും കടന്നു പോകുന്നത്. കാരണം ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ കിട്ടിയിരിക്കുന്ന ഒരു അറിവ് എന്ന് പറയുന്നത് ദൈവത്തെ കാണണമെങ്കിൽ ജെറുസലേം ദേവാലയത്തിൽ ചെല്ലണം. അപ്പോൾ സമരിയക്കാരി ആ ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ഭാഗ്യപ്പെട്ട മനുഷ്യരാ, കാരണം നിങ്ങൾക്ക് ജെറുസലേം ടെമ്പിളുണ്ട്, ജെറുസലേം ദേവാലയമുണ്ട്, കർത്താവിൻ്റെ മലയുണ്ട് നിങ്ങൾക്ക് ആരാധിക്കാനായിട്ട്. അവിടെ ചെന്ന് നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ എവിടെ ചെന്നാ ആരാധിക്കേണ്ടത്? എനിക്കൊരു വിഷമം വരുമ്പം എനിക്ക് തുറന്നു പറയാനായിട്ട് ഒരു ദൈവിക സാന്നിധ്യം ഞാൻ എവിടെ ചെന്നാണ് കണ്ടുപിടിക്കപ്പെടുന്നത്? ഇനി അതിനകത്ത് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. ഈ സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 5 പേര് ഡിവോഴ്സ്ഡാണ് ആ സ്ത്രീ. ഇപ്പം ഒരാൾ കൂടെയുണ്ട്, അതും ആ സ്ത്രീയുടെ ഭർത്താവ് അല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് ഈ ഒരു സ്ത്രീ ഒത്തിരി മോശപ്പെട്ട സ്ത്രീ ആയിരിക്കുമെന്ന്. പക്ഷേ മോശപ്പെട്ട സ്ത്രീ അല്ല. ആ സ്ത്രീ നല്ല നിഷ്കളങ്കതയായിട്ടുള്ള ഒരു നല്ല ഒരു ദൈവാന്വേഷിയാണ്. അതുകൊണ്ട് ഒരു ചില ആറ്റിറ്റ്യൂഡ്സിനോട് അല്ലെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ദൈവം പറയുന്ന അനുസരിച്ച് ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക്, ഒരു ദൈവഭയം ഉള്ളിലുള്ള ഒരു വ്യക്തികൾക്ക് വേറൊരു തെറ്റൊക്കെ കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനും ഇനി ആ ഒരു തെറ്റ് അവോയ്ഡ് ചെയ്യാനൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരും. നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യും. അത് മറ്റു പലരെയും ബുദ്ധിമുട്ടിപ്പിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാന്ന് മുഖത്ത് നോക്കിയൊക്കെ പറയും. അല്ലെങ്കിൽ ചില ദുശീലങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പാപകരമായ ചില ആക്ടിവിറ്റീസിലേക്കൊക്കെ നമ്മളെ കമ്പൽ ചെയ്യുമ്പോൾ നമ്മൾ അവിടുന്ന് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ സ്കിഡ് ചെയ്ത് മാറി നിന്ന ഒരു സ്ത്രീയായിരുന്നു ഈ സമരിയാക്കാരി സ്ത്രീ. അപ്പോൾ ഈ 5 ഭർത്താക്കന്മാരും ഈ സമരിയാക്കാരി സ്ത്രീയെ അവോയ്ഡ് ചെയ്തതാണ്, ഉപേക്ഷിച്ചതാണ്. അല്ലാതെ ഈ സ്ത്രീയുടെ ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ടല്ല അങ്ങനെ ആയി വന്നത്. അപ്പം പിന്നെ ഒരു ആശ്രയം നമുക്ക് വേണമല്ലോ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യണം. ഇപ്പം ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാൻ പതുക്കെ വീട്ടിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഞാനിപ്പോൾ വീട്ടിലില്ലെന്ന് വെച്ചാൽ ഒരു 3-4 ദിവസം വീട്ടിലില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിക്കൊന്നും ഒരു കോൺഫിഡൻസും കാണത്തില്ല. ഈവൻ ചെന്നൊരു സാധനം വാങ്ങിക്കാനുള്ള ഒരു കോൺഫിഡൻസ് പോലും അവർക്ക് നഷ്ടപ്പെടും. അതേസമയം നമ്മുടെ ഒരു പ്രസൻസ് ഇങ്ങനെ ഫീൽ ചെയ്ത് കഴിയുമ്പം അവരുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. ഇനി നമ്മുടെ സാന്നിധ്യത്തിൽ എന്ത് കാര്യങ്ങളും അവർ ചെയ്യും അത്. അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് ആവശ്യം ഒരു തണലാണ്, ഒരു അവർക്ക് എപ്പോഴും ആവശ്യമാണ്, ഒരു സെക്യൂരിറ്റി അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യണം. ഇനി കുഞ്ഞുങ്ങൾ, ഇപ്പം എനിക്കൊരു പെങ്കൊച്ചുണ്ട്, അവളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അപ്പം വരാൻ അവൾ നോക്കിയിരിക്കും. വരുമ്പോഴേ അപ്പൻ്റെ തോളിലേക്ക് ചാടിക്കയറും, എന്നിട്ട് അപ്പനെ അള്ളിപ്പിടിച്ചാണ് കിടക്കുന്നത്. കാരണം എന്തെങ്കിലും പേടിക്കുമ്പോഴത്തേക്ക് ഓടി വന്ന് ഇങ്ങനെ തല വെച്ചിട്ട് പറയും, അപ്പ എനിക്കിങ്ങനെ പേടിയാണ്. അപ്പോൾ ഞാൻ പറയും, എടി മോളെ വിഷമിക്കണ്ട, ഞാൻ ഉണ്ടല്ലോ, ഈശോപ്പം ഉണ്ടല്ലോ, ഈശോയുടെ കുഞ്ഞല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിന് ഭയങ്കര ഒരു കോൺഫിഡൻസ് വരും. ഇനി ആര് പറഞ്ഞു കൊടുത്താലും അതിന് തലയിൽ കയറത്തില്ല. പക്ഷേ അടുത്തിരുന്ന് പയ്യെ അപ്പം പറഞ്ഞു കൊടുത്താൽ അതിന് തലയിൽ കയറും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും അപ്പൻ്റെ കൂടെ. ഇനി ആ അപ്പൻ മോളുടെ കൈ പിടിച്ച് പോകുമ്പോഴത്തേക്ക് ആ മോൾ ഒരിക്കലും ഭയപ്പെടത്തില്ല. കാരണം എൻ്റെ കൂടെ അപ്പനുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്യൂരിറ്റി. ദിസ് ഇസ് ദ വിമൺ സൈക്കോളജി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ആണിൻ്റെ ഒരു തുണ എപ്പോഴും ആ വ്യക്തിക്ക് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ, ഈ സ്ത്രീകളെ ഒന്നും നമ്മൾ ഒരു നിഷേധിക്കരുത് ഒരു കാര്യവും. കാരണം അവരെയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം, സംസാരിക്കണം, കൂടെ ഇരിക്കണം. കാരണം അവരുടെ ഒരു മാനസിക അവസ്ഥയൊക്കെ നമ്മൾ കണ്ടെത്തണം. വേണമെങ്കിൽ കർത്താവിന് അന്ന് വിശന്ന് തളർന്ന് ശിഷ്യന്മാർ ഫുഡ് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് അവരുടെ കൂടെ വേണേൽ പോകാമായിരുന്നു. അവിടെ ചെന്ന് നല്ല ഫുഡ് മേടിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷേ വിഷമിക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സ്ത്രീ അതുവഴി കടന്നു വരുമെന്ന് ദൈവപിതാവ് തോന്നിപ്പിച്ചിരുന്നു. അതനുസരിച്ചാണ് അവിടെ നിന്നത്. കാരണം അവർക്ക് ആവശ്യം സെക്യൂരിറ്റിയാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പയൊക്കെ സ്ഥാനമേറ്റ് കഴിഞ്ഞപ്പം ഈ ജയിലിൻ്റെ ഉള്ളറകളിലൊക്കെ ചെന്നിട്ട് ഈ ജയിൽ പുള്ളികളുടെയൊക്കെ പാദം കഴുകുക ചെയ്തതെന്ന് പറഞ്ഞു. അതിനകത്ത് 2-3 സ്ത്രീകളുണ്ടായിരുന്നു. പലരും അതിനെയൊക്കെ ഒത്തിരി വിവാദത്തിനൊക്കെ വലിച്ചഴക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ അത് വിവാദിക്കേണ്ട എന്തോ ആവശ്യമായിരിക്കുന്നു അവിടെ.
കാരണം അങ്ങനെ ഒരു കുറ്റവാളിയായിട്ട് അടിച്ചമർത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് ഏറ്റവും ആവശ്യം ഒരു സെക്യൂരിറ്റിയാണ്. അതിൻ്റെ ഭാഗം നിൽക്കാനായിട്ട് ഒരാളാണ്. കാരണം അതിൻ്റെ സ്വാതന്ത്ര്യമെല്ലാം നിഷേധിക്കപ്പെട്ട് അതിനുള്ള ഫ്രീഡം എല്ലാം നമ്മൾ അടിച്ച് തച്ച് ഉടച്ച് ആ നിഷേധിക്കപ്പെടലിൽ നിന്ന് ഒരുപക്ഷെ ഒരു ടെററായതായിരിക്കാം, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. ശരിക്കും ഒരു ആംഗിളിൽ നിന്നൊക്കെ ചിന്തിക്കുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പാടാണ് വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നത്. കാരണം ഒരു ദിവസം തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ടാസ്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനൊക്കെ ചില അമ്മമാരെയൊക്കെ നോക്കി, ഇനി ഈവൻ എൻ്റെ വൈഫിനെ ആണെങ്കിൽ പോലും ഞാനൊക്കെ ഒത്തിരി നോക്കി ഇങ്ങനെ സങ്കടപ്പെടാറുണ്ട്. രാവിലെ 5 മണിക്ക് എണീക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കാപ്പി ഉണ്ടാക്കുന്നു, പിള്ളേരെ എണീപ്പിക്കുന്നു, കഴിപ്പിക്കുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുന്നു, അവർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു, സ്കൂളിൽ വിടാൻ റെഡിയാക്കുന്നു, അതിനുശേഷം വീട് തുടയ്ക്കുന്നു, തുണി അലക്കുന്നു, പിന്നെ ലഞ്ചിനുള്ളത് ഉണ്ടാക്കുന്നു, പാത്രം കഴുകുന്നു, ഇതെല്ലാം കഴിഞ്ഞ് 4 മണിക്ക് കാപ്പി ഉണ്ടാക്കുന്നു, അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടത്തേക്ക് ഡിന്നർ ഉണ്ടാക്കുന്നു, എല്ലാം കഴിഞ്ഞ് ഇനി കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇനി കോഴിയും പശുവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇനി അതിൻ്റെ പുറകെ പോകുന്നു, പറമ്പിൻ്റെ പുറകെ പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി കഴിച്ചാൽ കഴിച്ചു, ഏതെങ്കിലും അടുപ്പും ഭാഗത്തിരുന്ന് കഴിക്കുന്നു. ഡൈനിങ് റൂമിൽ ഇരുന്ന് പോലും കഴിക്കാനായിട്ട് അവർക്ക് സമയം നിഷേധിക്കപ്പെടുകയാണ്, അല്ല അതിൻ്റെ അനുവാദം നിഷേധിക്കപ്പെടുന്നു. എന്നിട്ട് കഞ്ഞി പോലും ചിലപ്പം കുടിച്ചെന്ന് വരില്ല. 2 ഗ്ലാസ് വെള്ളം കുടിച്ച് അടുപ്പും ഭാഗത്തിരുന്ന് 2 ഗ്ലാസ് വെള്ളം കുടിച്ച് 10-11 മണിയാകുമ്പോൾ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ട് കിടക്കും. വീണ്ടും രാവിലെ 5 മണിക്ക് എണീക്കുന്നു, ദ സെയിം ടാസ്ക്. ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഇറ്റ്സ് റിപ്പീറ്റഡ് ടാസ്ക്കാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇനി മെൻസസ് പെയിന്, ഓവുലേഷൻ പെയിന്, ഡെലിവറി പെയിന്, ഹോർമോൺ വേരിയേഷൻസ്, ക്യാരക്ടർ ചേഞ്ച്. ഇനി ഒന്ന് പുറത്തോട്ടിറങ്ങി ആരെയൊക്കെ ഭയക്കണം? ഒറ്റയ്ക്കൊന്നൊരു ചന്തയിലേക്ക് പോകാൻ പറ്റുമോ? ഒരു സന്ധ്യ മയങ്ങിയാൽ ഒറ്റയ്ക്കൊന്ന് നീങ്ങാൻ പറ്റുമോ? ഇനി നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റുമോ? കമൻസ്, കാര്യങ്ങൾ, ഉൾഭയം. അവരുടെ ഒരു പൊസിഷനിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമാത്രം ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു ധന്യമായ ജീവിതമാണ് ഒരു സ്ത്രീയുടെ ജീവിതമൊക്കെ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കർത്താവ് ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഭയങ്കര ഷാർപ്പായിരുന്നു. പാപിനിയായ സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നു. ഞാനൊക്കെ ഇങ്ങനെ ഒരു അപ്രമാണിക ലേഖനത്തിലൊക്കെ ഇങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട്. ഈ പാപിനിയായ സ്ത്രീ രാത്രിയുടെ യാമങ്ങളിലൊക്കെ യേശുവിനെ കാണാൻ വരുമായിരുന്നു. ഇതിന് ശേഷം ഗെത്സമനിലൊക്കെ കർത്താവ് അതുപോലെ ഇങ്ങനെ മലയുടെ മുകളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് ദൂരെ ഇരുന്ന് മാറി നിന്ന് ഈ കർത്താവ് പ്രാർത്ഥിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കും. ശിഷ്യന്മാരൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇതന്നെ ഈ സ്ത്രീ ഇങ്ങനെ വരുന്നത്? അവളെ ശകാരിച്ചിട്ടൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും കർത്താവ് തടഞ്ഞിട്ടില്ല. കാരണം അവർക്ക് ആവശ്യം ഇങ്ങനെ ഒരു സാന്നിധ്യമാണ്, ഒരു സെക്യൂരിറ്റിയാണ് അവർക്ക് ആവശ്യം. അതൊന്നും ഒരിക്കലും നിഷേധിക്കപ്പെടരുത്. ഇനി അവരുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റണം. എന്ത് വലിയ പ്രശ്നമുള്ള ആൾക്കാരും ആയിക്കൊള്ളട്ടെ, പക്ഷെ അവരുമായിട്ടൊന്ന് ഓപ്പണായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ ആ വിഷമത്തിൻ്റെ ഒരു വേര് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് ഫ്രാൻസിസ് പാപ്പ ചെന്ന് ആ കാലിൽ മുത്തമിട്ട് കാല് കഴുകി കൊടുത്തത്. അവിടെയൊക്കെ ഒരു ഇൻറ്റേർണൽ ഒരു ആന്തരിക സൗഖ്യത്തിലേക്ക് ആ വ്യക്തികൾ കടന്നു വരിക. ആ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ കണ്ടത് ഓർക്കുന്നുണ്ട്. ആ കാല് പിടിച്ച് ചുംബിക്കുന്ന സമയത്തൊക്കെ അവർ കുടുകുടാന്ന് കരയുന്നത്. കാരണം കാലാകാലങ്ങളായി കെട്ടിവെച്ചിരിക്കുന്ന മനസ്സിൻ്റെ ദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ, ഒറ്റപ്പെടൽ, പീഡനത്തിൻ്റെ, അവഗണനയുടെ, മാറ്റി നിർത്തലിൻ്റെ, ആട്ടലിൻ്റെ, തുപ്പലിൻ്റെയൊക്കെ ചില വേദനകൾ കണ്ണീരുകളായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് അവരുടെ മുഖത്ത് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ആ ഒരു സൗഖ്യം അവർക്ക് ആവശ്യം. അല്ലാതെ പിന്നെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ കണ്ണിലൂടെയൊക്കെ കാണുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ? ആ പാപിനിയായ സ്ത്രീയൊക്കെ രക്ഷപ്പെടുന്നത് അങ്ങനെയല്ലേ? കാരണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ആംഗിളിൽ നിന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ട് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ഒരു വ്യക്തിത്വം. പക്ഷേ ആ ഒരു സ്ത്രീയെ കർത്താവ് ഇങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കുകയാണ്. പക്ഷേ കർത്താവിൻ്റെ ഒരു ആംഗിൾ ഓഫ് വ്യൂ ഇതാണ്. വാട്ട് വാസ് ദ ഫസ്റ്റ് ഇൻസിഡൻറ്റ്? ആ സ്ത്രീ അതിലേക്ക് നയിക്കപ്പെടാനായിട്ട് ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ് എന്താണ്? ഒരുപക്ഷെ ഒരു റേപ്പ് വിക്ടിം ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും മിസ്യൂസ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ പട്ടിണി കൊണ്ട് ഇറങ്ങിയതായിരിക്കാം. കഴിക്കണ്ടേ, ആഹാരം കഴിക്കണ്ടേ? ഞാനൊക്കെ ഒരു ദിവസം ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റാണ്. എൻ്റെ ഓപ്പോസിറ്റ് ഒരാൾ പുതച്ചും കൂടി കിടപ്പുണ്ട്. ഒരു 2-3 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എണീറ്റപ്പോഴത്തേക്ക് അതൊരു പെങ്കൊച്ചാണ്, ഒരു മാനസികമായ ഇച്ചിരി പ്രശ്നമുള്ളൊരു കൊച്ചാണ്. എന്നിട്ട് അതിന് ഡ്രസ്സൊന്നുമില്ല, ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കീറിയിരിക്കുന്നു. അതിൻ്റെ അടിവസ്ത്രങ്ങളൊക്കെ നമുക്ക് കാണാം. അതിലും ഏറ്റവും സങ്കടപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ഒരു കുഞ്ഞിനെ പോലും എന്താ പറയണത്, വെച്ച് പൊറപ്പിക്കാത്ത
ഒരു സമൂഹത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരാൾ പഴംപൊരി വിറ്റ് വന്നു. അപ്പം ഇവിടെ നിന്ന് എങ്ങാണ്ട് ഇത് ചുരുട്ടി ഒരു 10 രൂപയുടെ നോട്ട് എടുത്തിട്ട് അയാളോട് ചോദിക്കുകയാണ്, എനിക്കൊരു പഴംപൊരി തരുമോ? അയാൾ പറയാം 3 എണ്ണം 30 രൂപയ്ക്ക് കൊടുക്കത്തുള്ളൂ, ഒരെണ്ണമായിട്ട് കൊടുക്കത്തില്ല, 3 എണ്ണത്തിൻ്റെ സെറ്റായിരിക്കുന്നതെന്ന്. ഇത് മനസാക്ഷി കംപ്ലീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സമൂഹം. എന്നിട്ട് എനിക്ക് പുച്ഛം തോന്നി ആ സമയത്ത് എന്നോട് തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇച്ചിരി തണുപ്പൊക്കെ ഉള്ള ദിവസമാണ്. നമ്മളിങ്ങനെ ഷൂസും ബൂട്ടും ഒക്കെ ഇട്ട് ജീൻസും ഷർട്ടൊക്കെ ഇട്ട് ഇൻഷർട്ട് ചെയ്ത് ഇനി തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഓവർകോട്ട്, ചെവിക്കകത്ത് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി മങ്കി ക്യാപ്പ്, ഒരു എസ്കിമോ ഇരിക്കുന്ന പോലെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഫ്രണ്ടിൽ ഒരാൾ കീറി പറഞ്ഞ ഡ്രസ്സുമായിട്ട്, കാരണം അത് ഇട്ട് മാറാനായിട്ട് തുണിയില്ല. കർത്താവൊക്കെ അവസാനം ചോദിക്കും, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊക്കെ ഉത്തരം ഉണ്ടാവണേ. എന്നിട്ട് ഞാൻ ഈ കോട്ടിങ്ങനെ ഊരി, പേഴ്സിലധികം സോളിഡ് ക്യാഷൊന്നും ഞാൻ വെക്കാറില്ല. ഒരു 10, 600, 700 രൂപ മാക്സിമം കാണാറുള്ളൂ. ഞാൻ അതിനകത്തുനിന്ന് ഒരു 500 രൂപ എടുത്ത് ഇതിൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇതിൻ്റെ കയ്യിലോട്ട് വെച്ച് കൊടുത്തപ്പോൾ ശരിക്കും ഒരു 2 കോടി രൂപ ലോട്ടറി അടിച്ചാൽ ഒരാൾക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും. അതിലും വലിയ സന്തോഷത്തിൽ ഇതിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നു, എന്നിട്ട് അതിനെ തന്നെ പിച്ച് നോക്കുന്നു. ഈ ഞാനിട്ടിരുന്ന ഈ ഓവർകോട്ട് എടുത്ത് അത് ഉമ്മ വയ്ക്കുന്നു, അത് ഇട്ട് നോക്കുന്നു. ഈ പൈസയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൊണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുവാണ്. ചേർത്ത് പിടിക്കണം, ചേർത്ത് പിടിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു അപരാധമാണ് ചെയ്യുന്നത് ആ ഒരു ഗണത്തോട് തന്നെ. ഞാനൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ പോലും ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു സ്ത്രീക്കൊന്നും ഒരു വിലയും കൊടുക്കാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സമരിയാക്കാരിയെ കർത്താവ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു വിഷമം ഇതാണ്, ഞാൻ എവിടെ ചെന്ന് പ്രാർത്ഥിക്കും? എന്നെ കേൾക്കാൻ ഒരു ദൈവമുണ്ടോ? നിങ്ങളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാ, നിങ്ങൾക്ക് ജെറുസലേം ടെമ്പിളുണ്ട്. എന്നെ കേൾക്കാൻ ഒരു ദൈവം പോലും ഇല്ല. കാരണം ആ സ്ത്രീയുടെ ഏറ്റവും വലിയൊരു വിഷമം ഒറ്റപ്പെടലാണ്. അവളുടെ മുമ്പിലാണ് കർത്താവ് റിവീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്, ക്രിസ്തു മിശിഹ വരുമ്പോൾ ഞങ്ങൾക്കിതെല്ലാം ഞങ്ങളെ പഠിപ്പിക്കും, ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അവളുടെ അടുത്താണ് കർത്താവ് ആദ്യമായിട്ട് തുറക്കുന്നത്, ഞാനാണ് ആ മിശിഹ, ഞാനാണ് മിശിഹ. എൻ്റെ ആ ചൂസൺ, ആ വെബ് സീരീസിൽ നമ്മൾ കാണുന്നുണ്ട്, ദ ഫസ്റ്റ് ടൈമാണെന്നാണ് പറയുന്നത് ഇങ്ങനെ റിവീൽ ചെയ്യപ്പെടുന്നത് നിൻ്റെ മുമ്പിലാണ്. അത് കഴിഞ്ഞ് അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ കുഞ്ഞെ, ഈ ദേവാലയത്തിലോ അവിടെയോ ഒന്നും അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയവും മനസ്സും കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, ഹൃദയവും മനസ്സും കൊണ്ട്. കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആത്മാവായി വസിക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് ദൈവം ആത്മാവാണ്. ആ ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മൾ ഒരു ദേവാലയമായി മാറ്റപ്പെടുകയാണ്, ഒരു ദേവാലയമായി മാറ്റപ്പെടുകയാണ്. ആ ദേവാലയത്തിൻ്റെ ഉള്ളിലെ ആ ദൈവത്തെ ആരാധിക്കാനായിട്ട് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദൈവിക ശക്തിയെക്കുറിച്ച് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ആ ശക്തി നിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നീ അവിടെയോ ഇവിടെയോ മലയിലോ എങ്ങും നീ പോകേണ്ട ആവശ്യമില്ല. നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ആ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുക. ആത്മാവിലും മനസ്സുകൊണ്ട് അതിനെ നീ റിയലൈസ് ചെയ്യുക. ഐ ആം ദ ട്രൂത്ത് എന്നാണ് ഈശോ പറയുന്നത്. ഞാനാണ് സത്യം, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ കർത്താവ് ഒരു എക്സ്ക്ലൂസീവ് ക്ലൈമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. ആ സത്യമായ ദൈവത്തെ നീ ആരാധിച്ചു തുടങ്ങുക. അങ്ങനെ വരുമ്പോൾ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നീ കാണാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നീ കരഞ്ഞാൽ കൂടെ കരയുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണാൻ പറ്റും. ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ചെവിയുള്ള ഒരു കർത്താവിനെ ഞാൻ കാണും. എൻ്റെ ഹൃദയം ഒന്ന് വിങ്ങുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയവും വിങ്ങുന്നത് എനിക്ക് കാണാൻ പറ്റും. നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് എൻ്റെ കണ്ണീർ കണങ്ങളെ അവൻ കുപ്പിയിൽ ശേഖരിക്കും. അവൻ എന്നെ ഉള്ളം കയ്യിൽ കാക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് കാണാൻ പറ്റും. എന്നെ പഠിപ്പിച്ചു തരുന്ന ഒരു കർത്താവിനെ കാണാൻ പറ്റും. എന്നെ ഗൈഡ് ചെയ്യുന്ന ഒരു കർത്താവിനെ കാണാൻ പറ്റും. അവൻ്റെ സ്വരം ഈ കാതുകൾക്കുള്ളിൽ എനിക്ക് കേൾക്കാൻ പറ്റും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ ചരിയുമ്പോൾ ഏഷ്യ 30:21 പറയുന്നു, നീ ഇടത്തോട്ടോ വലത്തോട്ടോ ചരിയുമ്പോൾ നിൻ്റെ കാതുകൾക്ക് പിന്നിൽ ഒരു സ്വരം ശ്രവിക്കുക, ഇതാണ് വഴി, ഇതിലേ പോവുക. അങ്ങനെ നയിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ രുചിച്ച് അറിയാൻ തുടങ്ങും. അങ്ങനെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങും. ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ കർത്താവ് പഠിപ്പിക്കും നമ്മളെ. അങ്ങനെ ആരാധിച്ച് തുടങ്ങുമ്പോൾ ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെടുകയാണ്.
അടിച്ചമർത്തപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒറ്റയല്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും. ഒരുപക്ഷെ ഈ സമരിയക്കാരി സ്ത്രീക്കൊക്കെ ആദ്യം തന്നെ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും ആ ഒരു വിഷമ സ്ഥിതിയിലേക്കൊക്കെ തള്ളപ്പെടത്തില്ലായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ മുഖത്തെ ഒരു എക്സ്പ്രഷനൊക്കെ അത് ആ വെബ് സീരീസിലൊക്കെ നന്നായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. ആ മുഖത്തെ എക്സ്പ്രഷൻ മാറുന്നത്, മുഖം തെളിയുന്നത്. എന്നിട്ട് ആ ശിഷ്യന്മാർ വരുമ്പോഴത്തേക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷകൻ ഓരോ വാക്കും കാച്ചി കുറുക്കി എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് യോഹന്നാൻ അവസാനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൾ ആ കുടം അവിടെ വെച്ചിട്ട് അവളുടെ ഗ്രാമത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു കുടമായിരുന്നു അവളുടെ ഏക ഓപ്ഷൻ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട്. ഏക ഓപ്ഷൻ ആ ഗ്രാമത്തിൽ നിന്ന് അവൾ പുറത്ത് കിടക്കുക. കാരണം ഒരു ദൈവ അന്വേഷിയാണ് അവൾ. അപ്പോൾ അവൾക്ക് പുറത്ത് കടക്കണമെങ്കിൽ, ഈ ദൈവത്തെ അന്വേഷിച്ച് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവൾക്കൊരു ആശ്വാസം തേടി നടക്കണമെങ്കിൽ അവൾക്ക് ഒരു ഓപ്ഷൻ ആ കുടമാണ്. എന്നുവെച്ചാൽ ആ പഴയ ജീവിത രീതി മൊത്തം അവൾ മാറ്റി വെച്ചിട്ട് വീണ്ടും ആ ഗ്രാമത്തിലേക്ക് തന്നെ ചെന്നെന്നാണ് പറയുന്നത്. കാരണം ഗ്രാമത്തിലേക്ക് അവൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. വന്ന സ്ത്രീ അല്ല തിരിച്ചു പോണത്, തിരിച്ച് ഒരു ദൈവത്തെ ഉള്ളിൽ കൊണ്ട് നടത്തുന്ന, അല്ലെങ്കിൽ ദൈവത്തെ ഉള്ളിൽ ക്യാരി ചെയ്തുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഒരു ആശ്വാസമായി, ഒരു തണലായി. ഇപ്പം എൻ്റെ വൈഫിൻ്റെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഇടയ്ക്കൊക്കെ കർത്താവിനോട് അവൾ ഇങ്ങനെ അടിയുണ്ടാക്കും, ചീത്ത പറയും. നീ എന്നോട് ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു, എടീ ഇത് കർത്താവിനോടല്ലേ നീ പറയുന്നത്, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം അവളെപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യമാണ്, ഞാൻ എൻ്റെ വീട്ടിലെ 3 പെൺപിള്ളേർ, അതിൽ മൂത്തയാളാണ് ഞാൻ. അപ്പം എനിക്ക് ആങ്ങളയില്ല. ഞാൻ ചെറുപ്പം തൊട്ട് കർത്താവിനെയാണ് എൻ്റെ ആങ്ങളയായിട്ട് കണ്ടേക്കുന്നത്. അതുകൊണ്ട് ഒരു ആങ്ങളയോടുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ കാണിക്കും. ഇനി തല്ലണമെങ്കിൽ ഞാൻ തല്ലും എന്നൊക്കെ പറയും. കാരണം അങ്ങനെ ഒരു വലിയൊരു ഇൻറ്റിമസി ഉണ്ട്. അപ്പം ഇപ്പം ഞാനൊക്കെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അവളുടെ കൂടെ എപ്പോഴും ഈശോ ഉണ്ടെന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം, ആ ഒരു ബോധ്യം പതുക്കെ ഒരു ആത്മധൈര്യത്തിലേക്ക് നമ്മളെ നയിക്കും. നമ്മുടെ കൂടെ കർത്താവ് ഉള്ളപ്പോൾ ആ ഉള്ളിലെ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് പതുക്കെ നമ്മളെ പയ്യെ ഒരു ആത്മധൈര്യത്തിലേക്ക് നയിക്കും. ആ ആത്മധൈര്യം നമ്മളെ സകലതും അതിജീവിക്കാനുള്ള ഒരു ശക്തിയിലേക്ക് പയ്യെ നമ്മൾ നയിക്കും. അപ്പം ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, ഇതിനെയൊക്കെ പയ്യെ നമ്മൾ മറികടക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഒരു സത്തയെ, കാരണം ഈ സാധകൻ്റെ സഞ്ചാരത്തിനകത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ആ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴല്ല, സാധകൻ്റെ സഞ്ചാരം ആ ബുക്കൊക്കെ വായിക്കുമ്പോൾ ഈ സമരിയക്കാരിയാണ് മനസ്സിലിങ്ങനെ വരുന്നത്. കാരണം ഇങ്ങനെ കുന്നുകൾ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. അവസാനം ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ആ തിരിഞ്ഞു നോട്ടത്തിലേക്ക് കർത്താവ് ആ സ്ത്രീയെ പതുക്കെ നയിക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീയുടെ ഉള്ളിൽ, ആ സമരിയക്കാരി സ്ത്രീയുടെ ഉള്ളിലുള്ള ഒരു ദൈവിക സാന്നിധ്യത്തെ യേശു കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട് തട്ടി ഉണർത്തി. അങ്ങനെ ഒരു സാന്നിധ്യം അവളെ പൊതിയാൻ തുടങ്ങി. മാറ്റി നിർത്തലിൻ്റെ, അവഗണനയുടെയൊക്കെ ആ മുറിവുകൾ ആ സാന്നിധ്യം സൗഖ്യമാക്കി. അവളുടെ കൂടെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച കർത്താവുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ആ സ്ത്രീയെ നയിച്ചു. ഒരു മിഷൻ അവൾക്ക് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് മിശിഹായെ പ്രഘോഷിക്കാനുള്ള ഒരു മിഷൻ ആ സ്ത്രീക്ക് കൊടുത്തിട്ട് കർത്താവ് അതിനെ ആ ഗ്രാമത്തിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ്. ആ ഗ്രാമത്തിലേക്ക് ഓട്ടിപ്പോകുന്ന വഴിക്ക് ശിഷ്യന്മാർ ആഹാരമായിട്ട് വരുമ്പോൾ അവരോടൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ മിശിഹായെ ഞാൻ കണ്ടു എന്നുവെച്ചാൽ ദൈവത്തെ കിട്ടി. ഇനി വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ ഗ്രാമത്തിലേക്ക് ഓടി അവിടെ ഉള്ളവരെ മുഴുവൻ ഈ കർത്താവിൻ്റെ സ്നേഹം പങ്കുവെച്ച് പറഞ്ഞു കൊടുത്ത് അവരെ മുഴുവൻ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ആ ഒരു വലിയൊരു ഉൾക്കാഴ്ച നമുക്കുണ്ടാവണം. യഥാർത്ഥ ആരാധകർ നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ദൈവത്തെ ആരാധിച്ച്, അപ്പോൾ ആ ഒരു ദൈവിക സാന്നിധ്യത്തിൽ നടക്കുക, ആ സാന്നിധ്യം വിളമ്പിക്കൊടുക്കുക. അത് ഏത് പ്ലാറ്റ്ഫോമിലായിക്കൊള്ളട്ടെ, ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, യാത്ര ചെയ്യുമ്പോഴായിക്കൊള്ളട്ടെ, ഇനി റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങുമ്പോഴായിക്കൊള്ളട്ടെ, എയർപോർട്ടിലിരിക്കുമ്പോഴായിക്കൊള്ളട്ടെ, ഇനി എന്തെങ്കിലും കൂലിപ്പണി ചെയ്യുന്ന സമയത്തായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ ഉള്ളിൽ ആരാധിക്കുന്ന ദൈവത്തെ കൊണ്ട് നടക്കുമ്പോൾ ആ ദൈവത്തെ പതുക്കെ മുറിച്ചു കൊടുക്കാനും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ ദൈവിക സാന്നിധ്യത്തെ ആ കണ്ണിലും നമുക്ക് കണ്ടുപിടിക്കാനും, അവിടുത്തെ കുറവ് കർത്താവിൻ്റെ കുറവായിട്ട് നമുക്ക് കാണാനും, ആ കുറവിനെ നമുക്ക് നികത്താനും ഉള്ള ഒരു കൃപ ദൈവം നമുക്ക് തരും. ആ പരിശുദ്ധാത്മാവ് അതിലേക്ക് നമ്മളെ നയിക്കും. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. ഔസേപ്പിതാവ് നമ്മളെ സഹായിക്കും. ഇപ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നു, യഥാർത്ഥ ആരാധകർ ആത്മാവിനും സത്യത്തിലും
പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ദൈവപിതാവേ, നിന്നെ പരിശുദ്ധാത്മാവായ ദൈവമേ, പുത്രനായ കർത്താവേ, പരിശുദ്ധ ത്രിത്വത്തെ ഉള്ളിൽ ആരാധിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. എൻ്റെ കർത്താവേ, ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിക്കുന്ന ഒരു മഹളാക്കി നീ ഞങ്ങളെ മാറ്റണമേ. ആമേൻ.